ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ രാജുവിനോട് കരഞ്ഞു പറയുവാണ്, മോനെ, അമ്മയ്ക്കൊരു വലിയ തെറ്റുപറ്റി. എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിക്കാതെയായിരുന്നു മോനും രമ്യയും കൂടെയുള്ള വിവാഹത്തിന് സമ്മതിച്ചുകൊണ്ട് ഞാൻ രുക്മിണിക്ക് വാക്കുകൊടുത്തത്. അമ്മയ്ക്ക് അന്നേരത്തെ സാഹചര്യത്തിൽ അങ്ങനെ വേണ്ടി വന്നു മോനെ. ആ ചെറിയ തെറ്റ് ക്ഷമിക്കാനുള്ള വലിയ മനസ്സ് എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മോനോട് പറയണമെന്നുണ്ട്, പക്ഷേ ഇനി ഒരിക്കലിത് പറയാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ എന്നും പറഞ്ഞ് കരയുവാണ്. അത് കാണുമ്പോൾ രാജു അങ്ങ് തകർന്നു പോയി. അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത്? ബാക്കി കൂടെ എൻ്റെ മോൻ കേൾക്കണം. നാളെ നിൻ്റെ കല്യാണമാണ് മോനെ. നീ രമ്യയെ കല്യാണം കഴിക്കണം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. അവസാനത്തെ ആയുധം എന്ന പോലെ രാധമ്മയെടുത്ത് രാജുവിൻ്റെ നേരെ പ്രയോഗിക്കുവാണത്. ഇതെല്ലാം നമ്മുടെ വേണുവേട്ടൻ ജനലിൽ കൂടെ കാണുന്നുണ്ട്. കൊച്ചമ്മണിയും പ്രിയയും ജയനും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. രാധമ്മ ഇനി അങ്ങനെ വല്ലതും ചെയ്യുവോ അതോ അഭിനയിക്കുവാണോ? പക്ഷേ രാജു തകർന്നു പോയി. അമ്മയെന്ന് വിളിക്കുമ്പോൾ രാധമ്മ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ പെട്ടെന്ന് റൂമിലോട്ട് കയറി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ശ്രീലക്ഷ്മി ഹരീഷും കൂടെ അങ്ങോട്ട് വരുവാണ്. ചേട്ടാ എന്ന് വിളിച്ച് സന്തോഷത്തോടാണ് ശ്രീലക്ഷ്മി കയറി വരുന്നത്. പെട്ടെന്ന് രാജു ചോദിക്കുന്നു, ഹരീഷ് എന്നിട്ട് മുറിവൊക്കെ ഉണങ്ങി? അതൊക്കെ എപ്പോഴേ ഉണങ്ങിയല്ലോ. പ്രിയ ജയനോട് ചോദിക്കുന്നു, ജയേട്ടാ കല്യാണ ഡ്രസ്സൊക്കെ കിട്ടിയില്ലയോ? അതൊക്കെ എപ്പോഴേ കിട്ടി. ഇനി പൂക്കടയിൽ പോയി പൂവിടെ മേടിച്ചാൽ മതി. അതൊക്കെ ഓർത്തെൻ്റെ പ്രിയ ടെൻഷനാകണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുവാണ്. ഹരീഷ് രാജുവിനോട് പറയുന്നു, ഒത്തിരി നന്ദിയുണ്ട് രാജുവേട്ട. എന്തിനാടാ? രാജുവേട്ടനൊരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അതിൻ്റെ കാരണക്കാരൻ എൻ്റെ രാജുവേട്ടനാണ്. വേണുവേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ട്. വേണുവേട്ടൻ മനസ്സിൽ പറയുന്നു, എല്ലാം കൈവിട്ടു പോവാണല്ലോ ഭഗവാനെ. രാജുവേട്ടൻ എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടല്ലേ ഞാനും ഇവളും ഇപ്പോൾ രക്ഷപ്പെട്ടത്. അത് കേട്ടിട്ട് ജയൻ പറയാ, എടാ അനിയ ഹരീഷേ, നമ്മുടെ അളിയനുണ്ടല്ലോ മനസ്സാക്ഷിയും സ്നേഹമുള്ളവനാ. ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി രമ്യയെ അളിയൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലേ? ഇത് കേട്ട് ശ്രീലക്ഷ്മിക്കും ഹരീഷിനും ഒക്കെ ഭയങ്കര സന്തോഷമാകണം. നന്ദി എന്ന് പറയുന്ന ഇല്ലാത്ത വർഗങ്ങൾ. അപ്പോൾ രുക്മിണിയും രമ്യയും കൂടെ അങ്ങോട്ട് വരുവാണ്. രമ്യ പറഞ്ഞുകൊണ്ട് വരുക, ആര് പറഞ്ഞു എൻ്റെ രാജുവിന് എന്നെ ഇഷ്ടമല്ലെന്ന്? ജയേട്ടാ വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് പരത്തല്ലേ. കുട്ടിക്കാലം മുതലുള്ള ബന്ധമാണ് ഞാനും രാജുവും കൂടി. എൻ്റെ മനസ്സിൽ രാജുവും രാജുവിൻ്റെ മനസ്സിൽ ഞാനെന്ന് അന്നേ ഉറപ്പിച്ചതാ. അല്ല രാധമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ രാധമ്മ ഞാനിവിടെ ഉണ്ട് രുക്മിണി എന്നും പറഞ്ഞ് വരുവാണ്. നാളത്തെ കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം. അത് കേട്ടോണ്ട് കൊച്ചമ്മണി അങ്ങോട്ട് ഓടി വന്ന്, ആഹാ നിങ്ങളുടെ ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ ഓടി വന്നത്. ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോവാണ്. നാളെ രമ്യയും രാജുവായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രീലക്ഷ്മിയെ എൻ്റെ മരുമകളായിട്ട് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകും. മറ്റന്നാൾ ഹരീഷിന് അവകാശപ്പെട്ട എല്ലാ ഷെയറുകളും കൊടുത്തുകൊണ്ടുള്ള രജിസ്ട്രേഷൻ. അത് കേട്ടോണ്ട് കൊച്ചമ്മണി പറയുന്നു, അവിടെയുള്ള ആ വീട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതെനിക്ക് എഴുതി തരുന്നുള്ള രജിസ്ട്രേഷനും. രമ്യ പറയാം, ഡൺ. പിന്നെ ഈ പെണ്ണും പിള്ളയ്ക്ക് ഒരു ചുക്കും ഞാൻ കൊടുക്കത്തില്ല, കോടാലിയായിട്ട് വന്നേക്കോ. അവളിങ്ങനെ മനസ്സിൽ പുറൂർക്കുന്നുണ്ട്. രാജു ഇങ്ങനെ സങ്കടത്തോടെ, അവൻ്റെ സങ്കടം ആരും മനസ്സിലാക്കുന്നതുമില്ല. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം. രുക്മിണി പറയുക, എന്നാൽ ഇനി നാളെ കല്യാണത്തിന് കാണാം, വാരമ്മയെ നമുക്ക് പോകാം. അപ്പോൾ കൊച്ചമ്മണി പറയാം, അല്ല ഒരു സംശയം, ഇതുവരെ ഒരു കാര്യത്തിനും ആ മൂപ്പര് വന്നില്ലല്ലോ. രമ്യയുടെ അച്ഛൻ നാളെ കല്യാണത്തിനും അങ്ങേര് കാണത്തില്ലയോ? അതെ, അങ്ങേര് എന്നോട് പിണങ്ങി നടക്കുവോ? പിണക്കുവോ? അതെന്താ കാര്യം? അതൊക്കെ അങ്ങേർക്കേ അറിയാവൂ. ഇതാ രുക്മിണി ചില അലവലാദികളായ ഭർത്താക്കന്മാരുടെ കുഴപ്പം. മകളുടെ കല്യാണത്തിനും കൂടെ അങ്ങേര് വന്നില്ലെങ്കിൽ പിന്നെ പരിസരത്ത് അങ്ങേരെ അടുപ്പിച്ചേക്കരുത്. അവനെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞേരെ, വേഗം വിവാഹമോചനം നേടിയെടുക്ക്. ഇതൊക്കെ കേട്ടപ്പോഴേ ആകെ ഇങ്ങനെ എല്ലാവരും ഞെട്ടി നോക്കുവാണ് കൊച്ചമ്മണിയെ തന്നെ. വാരമ്യയെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് രുക്മിണി രമ്യയെ വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ്. രാധമ്മ മോനെ ഇങ്ങനെ സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും എന്തൊക്കെയോ ഒരു ഭാവത്തിൽ രാജുവിനെ ഇങ്ങനെ നോക്കുവാണ്. രാജുവിൻ്റെ ഹൃദയം എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നോ ഒന്നും രാധമ്മയ്ക്ക് അറിയേണ്ട കാര്യമില്ല. സ്വന്തം മകളുടെ ഭാവി മാത്രമേ ഇപ്പോൾ രാധമ്മയുടെ മനസ്സിലുള്ളൂ. സ്വന്തം മകനെ വിലപേശി വിൽക്കുന്നത് കണ്ട് പാവം വേണുവേട്ടൻ ഇതെല്ലാം ജനലിക്കൂടെ കണ്ടു നിന്ന് വിഷമിക്കുവാണ്. രമ്യയുടെ മഞ്ഞൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്നു. രാധമ്മയും പ്രിയയും ജയനും ശ്രീലക്ഷ്മിയും ഹരീഷും എല്ലാവരും ചേർന്ന് ഫ്രൂട്ട്സുകളും പൂക്കളും എല്ലാം കൊണ്ടിങ്ങനെ നിറച്ച് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. രാജുവാണെങ്കിൽ കിണറിൻ്റെ വക്കത്തിരുന്നുകൊണ്ട് വെള്ളത്തിലോട്ട് നോക്കി എന്തൊക്കെയോ കല്ലുകളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. രാധമ്മ രാജുവിനോട് പറഞ്ഞത് ഓർക്കുവാണ്, ഈ കല്യാണത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ കാണില്ല. ഇതൊക്കെ രാജു ഓർത്തിങ്ങനെ വിഷമിക്കുവാണ്.
കൊച്ചമ്മണി ചോദിക്കുന്നു, അയ്യോ മണവാട്ടിയും കൂട്ടരെയും കണ്ടില്ലല്ലോ, വിളിക്കണോ? രാധമ്മ പറയുക, വേണ്ട, അവരിങ്ങ് വന്നോളും. രാധമ്മ ഭയങ്കര സന്തോഷത്തിൽ മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുവാണ്. അപ്പോഴേക്കും രമ്യയും രുക്മിണിയും നല്ല മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ടങ്ങോട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് രുക്മിണി ചോദിക്കുന്നു, രാജു വന്നില്ലേ രാധമ്മ? അവൻ വരും, അവൻ ചതിക്കുവോ രാധമ്മേ? രാധമ്മ ഭയങ്കര വിശ്വാസത്തിൽ തന്നെ പറയുക, അവൻ ചതിക്കണമെങ്കിൽ അവൻ എൻ്റെ മകനല്ലാതായിരിക്കണം. എന്നുവെച്ചാൽ അത്രയ്ക്ക് വലിയ നാടകീയ അഭിനയമാണല്ലോ രാധമ്മ കാഴ്ചവെച്ചത് അവൻ്റെ മുന്നിൽ. പ്രിയ പറയുന്ന, അമ്മ രാജുവിനെ വിളിക്കും. വേണ്ട, വരനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി പോകുന്നുണ്ട് രാജുവിനെ വിളിക്കാനായിട്ട്. അപ്പുറത്തെ മുറിയിൽ വേണുവേട്ടൻ അങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ട് കൊച്ചമ്മണി ചോദിക്കുന്നു, അല്ല ഫംഗ്ഷൻ അച്ഛൻ വരുന്നില്ലയോ? ദേഷ്യത്തിൽ നിൽക്കുന്ന വേണുവേട്ടനാണ്. വേണുവേട്ടൻ പറയാം, ദേ തള്ളേ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അച്ഛാന്നൊന്നും വിളിച്ചു പോയേക്കരുതെന്ന്. അയ്യോ അതിനെന്തിനാ എന്നോട് ചൂടാകുന്നത്? മഞ്ഞക്കല്യാണത്തിന് വരുന്നില്ലയോ എന്നല്ല ഞാൻ ചോദിച്ചോളൂ. ദാണ്ട തള്ളേ, ഞാനൊരു മഞ്ഞൾ കല്യാണത്തിന് മുളക് കല്യാണത്തിന് ഒന്നുമില്ല. ഇവിടെ പെണ്ണുങ്ങളുടെ വിളയാട്ടമല്ലയോ നടക്കുന്നത്? നാരി ഭരിച്ചടവും നാരകം നട്ടടവും എന്നിങ്ങനെ വേണുവേട്ടം പറയുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം നമ്മുടെ കൊച്ചമ്മണി പറയുവാണ്. നായി പെറ്റിടം കൂവളം കെട്ടിടം നാശം. ഇവിടെ പെൺഭരണമാണ് നടക്കുന്നതെന്ന് വേണുവാശാൻ പറഞ്ഞത് 100% സത്യമാണ്. വേണുവാശാനോ? അതിന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അമ്മമാരെ അവരുടെ ഭർത്താക്കന്മാരെ വെറും നായ്ക്കളെ പോലെയാണ് കാണുന്നത്. ആ രുക്മിണിയുടെ ഭർത്താവില്ലേ ഒരു മരങ്ങോടൻ, ഒരു മൊസടൻ, അവനെയാണെങ്കിൽ അവർ ഈ കല്യാണത്തിന് വിളിച്ചിട്ട് പോലുമില്ല. രാധമ്മ പിന്നെ അവളുടെ ഭർത്താവിനെ കണ്ടിരിക്കുന്നത് വെറും കിഴങ്ങനെ പോലെ. ദാണ്ട തള്ളേ, എന്നോട് ചൂടാകാതെ. പിന്നെ ആ കൊട്ടാരത്തിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഋതിക മോളുടെ കൊട്ടാരം, ഈ കല്യാണം ഞാൻ മുടക്കിത്തരാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങോട്ട് പോകുന്നുണ്ട് രാജുവിനെ വിളിക്കാനായിട്ട്. കിണറ്റിൻകരയിൽ വിഷമിച്ച് നിൽക്കുന്ന രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് കൊച്ചമ്മണി പറയുക, മോൻ എന്താ അങ്ങോട്ട് വരാത്തത്? എന്തിനാ അളിയൻ്റെ അമ്മേ? അത് മഞ്ഞൾ കല്യാണത്തിന്. ഞാനൊരു മഞ്ഞൾ കല്യാണത്തിനും വരുന്നില്ല, ഞാൻ അവളെ കല്യാണം കഴിക്കാനും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ രാജുമോനെ? എല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് അതിന് ഞാനാണോ ഉത്തരവാദി? മോനെ ഇപ്പോൾ ഉടക്കാൻ നിൽക്കണ്ട. തൽക്കാലം മോനിപ്പോൾ ആ പെണ്ണിനെ ഞാൻ കെട്ട്. അങ്ങനെ ഒരു 2 ദിവസമൊക്കെ അങ്ങ് പോട്ടെ. ഞാൻ തന്നെ അവളെ ഇവിടുന്ന് ഓടിച്ചേക്കാം. അവൾ ജീവനും കൊണ്ടോടും. മോന് കാണുന്നു. ജയൻ അങ്ങോട്ട് വന്നിട്ട്, അളിയൻ എന്തൊരു പണിയായി കാണിക്കുന്നത്? ആണ്ടെ അവിടെ മഞ്ഞൾ കല്യാണത്തിന് എല്ലാവരും റെഡിയാ, ഞാൻ വരുന്നില്ല അളിയ. അളിയൻ വന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ഇന്ന് ഇവിടെ ഒരു ശവശരീരം റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുനിന്ന് പെറുക്കിയെടുക്കാം. അടുത്തതായിട്ട് ജയൻ്റെ വകയായിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലാണ്. അത് ആരുടേതാണെന്ന് അളിയൻ അറിയാലോ, അളിയൻ്റെ അമ്മയുടേതായിരിക്കും. അതുകൊണ്ട് അളിയൻ വരുന്നോ ഇല്ലയോ? രാജു അങ്ങ് പെട്ടെന്ന് ഞെട്ടി അങ്ങ് എഴുന്നേൽക്കുവാണ്. അളിയൻ വാ അളിയ എന്നും പറഞ്ഞ് ജയനും കൊച്ചമ്മണിയും പ്രിയ എല്ലാവരും കൂടെ രാജുവിനെ ഇങ്ങനെ കൈക്ക് പിടിച്ച് അങ്ങോട്ട് അകത്തോട്ട് കൊണ്ടുപോവാണ്. രാധമ്മ പെട്ടെന്ന് രാജുവിനെ പിടിച്ച് രമ്യയുടെ അടുത്ത് ഇങ്ങോട്ട് ഇരുത്തുവാണ്. ഇരിക്കും മോനെ എന്നും പറഞ്ഞ് വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. രാധമ്മ രാജുവിനും രമ്യയ്ക്കും വായിൽ സ്വീറ്റ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഓരോരുത്തരായിട്ട് വന്ന് 2 പേർക്കും സ്വീറ്റ്സും ചന്ദനവും മഞ്ഞളും ഒക്കെ ഇങ്ങനെ കവിളത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. രമ്യയുടെ വക്രബുദ്ധി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഇത് തന്നെ നല്ല അവസരം. ഈ മഞ്ഞൾ കല്യാണത്തിൻ്റെ ഫോട്ടോസും വീഡിയോ എല്ലാം അവൾക്ക് ഹൃദയൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അവൾ ഇതൊക്കെ കണ്ടെന്ന് തകരട്ടെ എന്നും പറഞ്ഞ് രമ്യ പെട്ടെന്ന്, രാജു നമുക്കൊരു സെൽഫി എടുക്കാം, ഇങ്ങോട്ട് നോക്കി ചിരിച്ച് എന്നും പറഞ്ഞ് രാജുവിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൾ സെൽഫി എടുക്കുവാണ്. വലിയ ബുദ്ധിമാനാണ്, സാമർത്ഥ്യക്കാരനാണ്, മന്ത്രിയുടെ PA ആണ്. പക്ഷേ യാതൊരു കുന്തവും അറിയാൻ മേത്ത വെറും ഒരു പൊട്ടനാണിവൻ. ഈ രമ്യ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഹൃദയക്ക് അയച്ചു കൊടുക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതാണ് അവനിങ്ങനെ പൊട്ടനെ പോലെ അവിടെ ഇരിക്കുന്നത്. പ്രതാപവർമ്മയുടെ വീട്ടിലാണെങ്കിൽ ഹൃതികയെ ഇരുന്നുണ്ട് അപ്പുമോൾ കളിയാക്കുവാണ്. നാളെ ഒരാളുടെ വൈഫായിട്ട് ഇരിക്കേണ്ടതാ, ഇപ്പോഴേ ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ കളിയാക്കുവാണ്. ആ അമ്പിയെ അങ്ങോട്ട് വന്നിട്ട് കളിയാക്ക് പോലെ ചോദിക്കുന്നു, അല്ല മാതൃകാ സഹോദരികൾ എന്തോടുക്കുക, തമാശ പറഞ്ഞിരിക്കുവാണോ? അമ്പിക അവരോട് പറയുക, ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ, കാമുകൻ കാമുകിയെ വഞ്ചിച്ചാലോ കാമുകി കാമുകനെ വഞ്ചിച്ചാലോ ഒരു വാക്ക് പറയാറുണ്ടല്ലോ. ഓ ഇപ്പം പിടികിട്ടി, തേപ്പ്. ഇതൊക്കെ ഞാൻ സിനിമയും സീരിയലൊക്കെ കണ്ട് മനസ്സിലാക്കിയതാ. ഇതൊക്കെ അമ്മായി വന്ന് ഇപ്പം ഇങ്ങോട്ട് പറയേണ്ട കാര്യം എന്തുവാ? ഞാൻ ഇതുവരെ ആരെയും തേച്ചിട്ടില്ല. അപ്പൂവിനാണെങ്കിൽ തേക്കാനുള്ള പ്രായവും ആയിട്ടില്ല. ഇവളുടെ പ്രായമൊക്കെ വിട്, ഇവളുടെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇപ്പം ഞാൻ ഹൃതിയെ നിൻ്റെ അടുത്തോട്ട് വന്നതേ ഒരു കാര്യം പറയാന്. ആ രാജു ഉണ്ടല്ലോ, അവനൊരു ഒന്നാന്തരം തേപ്പുകാരനാ. അവൻ തന്നെ അക്ഷരം പ്രതി വഞ്ചിക്കുക. അമ്മായി ഇതാണ്ട് രാജു ആരെയും വഞ്ചിക്കത്തില്ല. നീ അവനെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോ, എന്നാലേ അവൻ നിന്നെ ചതിക്കും. നാളെ നീയും രാജുവായിട്ടുള്ള കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. അത് കേട്ടിട്ട് അപ്പു പറയാ, അമ്മായിക്ക് ഹൃതിയെ ചേച്ചിയോട് ദേഷ്യം ഉണ്ടെന്നും കരുതി എന്തും ഇങ്ങനെ വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ചിലക്കാതെ നിൽക്കടി അവിടെ, ഈ തറവാട് എൻ്റേതു കൂടിയാ.
ഇവിടെ ഒരു നാണക്കേട് വന്നാലേ അത് എന്നെയും കൂടെ ബാധിക്കും. അപ്പു പറയാ, അതിനാണോ അമ്മായി ഈ നുണയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ പറയുന്നത് നുണയാന്നോടി, നോക്കടി എന്നും പറഞ്ഞ് അംബിക മൊബൈലിലെ ഫോട്ടോ എടുത്ത് കാണിക്കുവാണ്. രമ്യയും രാജുവും കൂടെ ഉള്ള ആ മഞ്ഞൾ കല്യാണത്തിൻ്റെ ഫോട്ടോ. ആ ഫോട്ടോ കണ്ട് ഹൃതികയും അപ്പു അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ശരിക്കും നോക്കടി, രമ്യയും രാജുവും കൂടെ ഉള്ള മഞ്ഞൾ കല്യാണമാണ് നടക്കുന്നത്. ഹൃതിക തകർന്ന് അവിടെ അങ്ങ് ഇരിക്കുവാണ്. അംബിക ചിരിച്ചോണ്ട് പറയാ, ഞാൻ പറഞ്ഞത് സത്യമല്ലയോടി, അതിൻ്റെ തെളിവായത്. അവനെ ആ രാജു രമ്യയും കെട്ടി നല്ല സുഖമായിട്ടങ്ങ് ജീവിക്കും. നീ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ ഇങ്ങനെ ആകാശത്ത് നോക്കി ഇവിടെ ഇങ്ങനെ കഴിയും. ഹൃതികയുടെ സന്തോഷം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അംബികയ്ക്കൊരു സന്തോഷമായി. അങ്ങനെ അംബിക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഹൃതിക ചങ്ക് പൊട്ടി കരയുവാണ്. ചേച്ചി കരയാതെ ചേച്ചി, പ്ലീസ് ചേച്ചി എന്നും പറഞ്ഞ് അപ്പു സമാധാനിപ്പിക്കുന്നുണ്ട്. സരസ്വതിയമ്മയെ ആ വീഡിയോ കാണുന്നുണ്ട്. അപ്പുമോളി ചോദിക്കുന്നു, എന്നാലും രാജുവേട്ടൻ നമ്മളെ ഇങ്ങനെ ചതിക്കൂ? ഒരിക്കലും അല്ല മോളെ, ഒരിക്കലും അവൻ ചതിക്കില്ല എന്ന് സരസ്വതിയമ്മ ഉറപ്പും പറയുന്നുണ്ട്. രാജു നമ്മളെയെന്നല്ല, അവൻ ആരെയും ചതിക്കില്ല. എൻ്റെ ചേച്ചി, ചേച്ചി ഒന്ന് കരയാതിരിക്കും ചേച്ചി. അവിടെ ചിലരൊക്കെ ചേർന്ന് രാജുവിനെ ചതിക്കാൻ നോക്കുന്നതാ. മോള് കരയാതെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് രാജു ഇവിടെ വരും. പ്രതാപൻ്റെ വാക്ക് കേട്ട് ജീവിക്കുന്നവനാ രാജു. പ്രതാപനും എൻ്റെ ഹൃതിക മോളും ഇല്ലെങ്കിൽ പിന്നെ രാജു ഇല്ല. അമ്മാമ്മേ, എൻ്റെ മോള് കരയാതെ, രാജു മോളുടേതാ. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് രാജു വരുമെന്ന്. അതുമാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതേ കളങ്കം അറിയാത്ത എൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാ. നീതിയും നന്മയും മനസാക്ഷിയും വിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മോളെ. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ പൊന്നു മോള് കരയണ്ട. പ്രതാപനും ശേഖരും ഇരിക്കുന്നിടത്ത് നമ്മുടെ ദീപക്കും വന്ന് ഇരിപ്പുണ്ട്. പ്രതാപൻ പറയുക, നാളെ ഇവിടെ ഒരു കല്യാണം നടക്കേണ്ട വീടാ. ഇതുവരെയും അതിൻ്റെതായ ഒരു അനക്കങ്ങളോ ഒരുക്കങ്ങളോ ഒന്നും ഇവിടെ കാണുന്നതുമില്ല. കല്യാണത്തിന് അതിന് ഒരുപാട് ആൾക്കൂട്ടവും ബഹളവും ഒന്നും വേണ്ടാന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചതല്ലേ ചേട്ടാ? രാജുവും ഋതുമോളുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള വാർത്ത നേരത്തെ തന്നെ ഇവിടെ പരക്കുന്നതാണല്ലോ. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതല്ല ശേഖര. ഇതുവരെ ഈ വീട്ടിൽ എന്താഘോഷം നടന്നാലും അതിൻ്റെയൊക്കെ സംഘാടകൻ രാജു ആയിരുന്നല്ലോ. ചേട്ടൻ പറയുന്നത് ശരിയാ, പക്ഷേ ഇക്കാര്യത്തിൽ രാജുവിനെ നമുക്ക് സംഘാടകനാക്കാൻ പറ്റില്ലല്ലോ. രാജു വരനും കല്യാണച്ചക്കനും അല്ലയോ? ദീപക്കിനെ നോക്കിയിട്ട് പറയുന്നു, ഇവനെ കൊണ്ടാണെങ്കിൽ ഒരു ചുമതല ഏൽപ്പിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഏൽപ്പിച്ചാലോ അത് നശിപ്പിച്ച് കൈത്തരും. രാജുവിൻ്റെ വീട്ടിലെ മഞ്ഞൾ കല്യാണം ഇങ്ങനെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജുവിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. രാജു ഫോൺ എടുക്കുമ്പോൾ രമ്യ ചോദിക്കുന്ന, ആരാ രാജു? രാജു ഒന്നും പറയാതെ ആ ഫോൺ എടുത്തുകൊണ്ട് പുറത്തോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആരാണ് ആ സമയത്ത് രാജുവിനെ വിളിച്ചത്? വർമ്മയാണോ ശേഖരനാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും രാജു കറക്റ്റ് സമയത്ത് തന്നെ ഹൃതികയുടെ അടുത്ത് എത്തുകയും ഹൃതികയെ നാളെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. ആ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.